ഡയറക്ടറിൻ്റെ ആദ്യത്തെ മൂവി തന്നെ റെഡ് റൈൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നൊരു വളരെ എനിക്ക് തോന്നുന്നൊരു വീക്കെൻഡ് മാത്രമേ ഓടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത് ഏഷ്യൻ മൂവീസും സൂര്യ മൂവീസും ആയിരുന്നു. അവിടുന്ന് കം ബാക്ക് വിത്ത് എ മൂവി ലൈക്ക് ഭൂതകാലം and then Brahmayugam and then to make such a movie like this, hats off to the director. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹൊറർ മൂവിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഐ എം പ്രിറ്റി മച്ച് ഷുവർ ദാറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഒരു സിനിമ സ്റ്റോറി ടെല്ലിങ് ഇൻ മൂവി എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് ക്ലാസിക് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. I'm pretty much sure he is up there. He might be quite happy with the director. അതുപോലെ തന്നെ ഗ്രേറ്റ്സ് ലൈക്ക് മനോജ് നൈറ്റ് ശ്യാമളൻ ആയിരുന്നാലും സ്റ്റീഫൻ കിങ് ആയിരുന്നാലും ഈവൻ എനിക്ക് ചില ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് രാം ഗോപാൽ വർമ്മയുടെ പഴയ മൂവീസാണ് എനിക്ക് ഓർമ്മ വന്നത്. യൂത്തായിരുന്നാലും വാസ്തുശാസ്ത്ര ആയിരുന്നാലും all these people will be like applauding and will be like seriously thinking that this director is going places. I'm telling you, this guy is going to be one of the most recognized directors in the world. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഒരു ഹൊറർ മൂവി എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ള ഒരു മെച്യൂരിറ്റി ഒരു ഡയറക്ടർ ഈ ഓഡിയൻസിന് വെദർ യു വോണ്ട് ടു പ്ലേ ടു ദ ഗാലറി ഓർ വെദർ യു വോണ്ട് ടു ബി ട്രൂ ടു ദ ജോൺറ കോൾഡ് ഹൊറർ ആൻഡ് മിസ്റ്ററി, അതിലൊരു ഡയറക്ടറിൻ്റെ ആ ഡയറക്ടർ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ക്ലാരിറ്റി ഡയറക്ടറിൻ്റെ ഒരു പെനാഷൻ ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതിൽ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഡയറക്ടറിൻ്റെ ഒരു വേൾഡിൽ വന്ന് പെടുന്ന ഇതാണ്. അവരവരുടെ ക്യാരക്ടേഴ്സ് വളരെ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പ്രണവ് മോഹൻലാലിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കാണുന്നില്ല. ആ ക്യാരക്ടർ വാട്ട് എവർ ദ ക്യാരക്ടർ നീഡ്സ് ഫോർ ദ മൂവി അതിൻ്റെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അതൊരു ഡയറക്ടർ കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടേഴ്സ് ബോൾ ഗെയിം ആൻഡ് ഹി ഹാസ് ഡൺ ഇറ്റ് റിയലി വെൽ. ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു വലിയൊരു മാൻഷനിലാണ് താമസിച്ചത്. ആ ഒരു ഹൊറിഫൈങ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ ആ ഒരു ആർട്ട് ഡയറക്ഷൻ ആയിരുന്നാലും അതിൻ്റെ ഒരു സെറ്റിംഗ് ആയിരുന്നാലും ആ ചെയ്തേക്കുന്ന സെലക്ട് ചെയ്യുന്ന ഇതായിരുന്നാലും എവറിത്തിങ് ആ ഡീറ്റെയിലിംഗ് ഉണ്ട് ആബ്സല്യൂട്ട്ലി അമേസിങ്. ആൻഡ് ഒരു സ്പൈൻ ചില്ലിങ് യുവർ ഹെയർ ഫോളിക്കൽസ് വിൽ സ്റ്റാൻഡ്. ഒരു ഇൻ്റർവ്യൂലൊക്കെ ആകുമ്പം യു വിൽ ബി ആബ്സല്യൂട്ട്ലി അമേസിങ് വാട്ട് യു ആർ സീയിങ്. ലൈക്ക് ഇസ് ദിസ് എ മലയാളം മൂവി നമ്മൾ ചിന്തിക്കും.